ഞാൻ സ്ഥാനനിർണയത്തിൻ്റെ മുഖ്യമായ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതോടുകൂടെ ആ പറയുന്നതോടുകൂടെ അതിൻ്റെ വേണ്ടപ്പെട്ട സാധനങ്ങൾ കാണിക്കുകയും അതിനെപ്പറ്റി വിശദീകരണം നൽകുകയും ചെയ്യും. അതിൽ സ്ഥാനനിർണയം എന്ന് പറഞ്ഞാൽ ഇത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ വന്നതാണ്. ഖുർആനിലുണ്ട് സ്ഥാനനിർണയത്തിനെ പറ്റി. ഔവല ബൈത്തിൻ ഉദിയ ലിന്നാസി ബില്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ എന്ന ഖുർആൻ അതിലേക്ക് വെളിച്ചം വീശുന്നു. അത് വെളിച്ചം വീശുന്നു എന്ന് പറഞ്ഞത് KG രാഘവൻ നായർ എടുത്ത് ഞാൻ സ്ഥാനനിർണയം പഠിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്തിനാ ഇവിടേക്കൊക്കെ വന്നിട്ട് നിങ്ങളെ ഖുർആനിലുണ്ടല്ലോ അൻബക്കറ സൂറത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു എവിടെയുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞ് ഖുർആനിൽ സത്യവിശ്വാസികൾക്കായി നാം ആദിയിൽ സജ്ജമാക്കിയിടീന മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവ്വത്തുപോൽ മാർഗപ്രചോദനം നൽകിയിടും ഭാവിയിൽ. ഇതിൽ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്: കണക്ക്, കണവ്, ദാനം, ദിശ. പിന്നെ ഇനി സ്ഥാനനിർണയത്തിന് ഇപ്പോൾ ഒരു പുതിയ കാര്യം കൂടി ഉണ്ട്. അത് പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളത്. ആ ഉൾക്കൊണ്ടത് 5 കാര്യങ്ങളും 4 കാര്യങ്ങളും ഉൾക്കൊണ്ട ഒരു റെഡി റെക്കൈനറാണ് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പാകെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് ആ റെഡി റെക്കൈനറിന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം. റുക്വമുദ്ദയ്യപ്പ് അനുസരിച്ചുള്ള ആ അളവും അതോടുകൂടെ ആ റുക്വമുദ്ദയ്യപ്പ് നേരെ നിൽക്കണമെങ്കിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ആകണമെങ്കിൽ അതിന് യൂസൂല് അഥവാ കോമ്പോസ് അത്യാവശ്യമാണ്. ഈ കോമ്പോസും റുക്വമുദ്ദയ്യപ്പും കൂടി അടങ്ങിയ ഒരു റെഡി റെക്കൈനറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് കോമ്പോസ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റെഡി റെക്കൈനർ. അപ്പോൾ ഇത് രണ്ടും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇതില്ലേ ഇതിന് റുക്വമുദ്ദയ്യപ്പിലുള്ള കണക്കുകളാണ് ഈ കാണുന്നത്. അതോടുകൂടെ കോമ്പോസിൽ എന്താണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ ആ കണക്കാണ് ഈ കാണുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ക്ലാസ് പറയുന്നത്. ആ റുക്വമുദ്ദയ്യപ്പ് അത് തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറിൽ നിൽക്കണമെങ്കിൽ ഈ യൂസൂല് അത്യാവശ്യമാണ്. ഇത് വെച്ചിട്ട് ഇത് തെക്ക് വടക്കിലാണോ എന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി അത്യാവശ്യമാണ്. അപ്പോൾ യൂസൂലിൽ ഇത് ഇവിടെ വരുന്നത് ഇതാ, ഈ നൂല് ഞാൻ പിടിച്ചിരിക്കുന്നതാ. നൂല് ഇതാ പിടിച്ചിട്ട് 21. മലപ്പുറം 21.25. ഇതിലാണ് ഇപ്പോൾ കിബിലൻ്റെ മുറി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊണ്ടിട്ട് ഉള്ളതാണ് ഇതിൻ്റെ ഈ റെഡി റെക്കൈനർ. റെഡി റെക്കൈനർ വെച്ചിട്ട് ഈ സൂചി നിൽക്കുന്നത് 70 മലപ്പുറം 75.68, അതായത് 7.639. ഇപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊണ്ടിട്ട് ഉള്ളതാണ് ഈ റെഡി റെക്കൈനർ. അപ്പോൾ ഈ റെഡി റെക്കൈനർ തന്നെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒക്കെ തിരിയും. ഈ സൂചി 100 ഇവിടെ കാണുന്നത് 100 നിന്നാൽ ഇത് തെക്ക് വടക്ക് കറക്റ്റാണ്. അപ്പോൾ
ഞാനിപ്പോൾ വടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈ സൂചിൻ്റെ മൊന എപ്പോഴും വടക്കോട്ടേ, ഈ ഭൂസൂലിൻ്റെ മൊന വടക്കോട്ടേ നിൽക്കുകയുള്ളൂ. അപ്പോൾ വടക്കോട്ട് നിന്നാൽ ആ വടക്ക് ആണ് ഇപ്പോൾ ഈ 100 നിൽക്കുന്നത്. അതോടുകൂടെ എൻ്റെ വലത്ത് ഭാഗം കിഴക്കും ഇടത്ത് ഭാഗം പടിഞ്ഞാറുമാണ്. എൻ്റെ പിൻവശം തെക്കും. ഇനിതാ ഈ ഇനിതാ ഇത് ഇപ്പോൾ 100 നിൽക്കുന്നത്. അപ്പോൾ തെക്ക് വടക്ക് ആക്കാൻ യാതൊരു പണിയില്ല. പെരക്ക് കുറ്റിയടക്കുകയാണ്, മറിയിൽ കുറ്റിയടക്കുകയാണ്. ഇങ്ങനെ നേരെ ഒരു നൂല് ഇതിന് ഒപ്പിച്ചിട്ട് കൊടുത്താൽ ഇതിന് ഒപ്പിച്ച് ഇങ്ങനെ കെട്ടിയാൽ കിഴക്ക് പടിഞ്ഞാറ് കറക്റ്റായി. ആ സമയത്ത് ഇത് കണവ് തിരിക്കണമെങ്കിൽ ഇവിടുന്ന് നേരെ ഈ സൂചി എത്രയിലാണോ നിൽക്കുന്നത് അതേ രൂപത്തിൽ ഈ ഭാഗം ആ നൂലിൽ വെച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് കണവായി. അപ്പോൾ 2 ഭാഗം കണവിൽ മൂല തിരിച്ച്. ഇനി ഇവിടെയും അതിലൂടെ തന്നെ വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം ഇവിടേക്ക് തിരിച്ച് ഈ സൂചി എവിടെയാണോ നിർത്തിയത് അവിടെ നിർത്തിയാൽ അവിടെയും കണവ് തിരിഞ്ഞ്. ഇതാണ് പെരക്ക് സ്ഥാനം നോക്കുന്നത്, ഇതിൻ്റെ ഒരു ചെറിയ രൂപം. ഇനി ഇത് നമ്മൾ പള്ളിക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഇതാ ഈ 7 ഇതാ ഈ പള്ളിക്കാണെങ്കിൽ 7.5, അതായത് 80 എത്തണ്ട 7 നിന്ന് വിട്ട് അല്പം ഇത് ചെയ്താൽ നിർത്തിയാൽ എന്തായി പള്ളിക്കുള്ള പള്ളിക്കുള്ള മറിയായി. ഇവിടുന്ന് കഞ്ചിക്കോട്ട് നിന്ന് കാസർഗോഡ് വരെ പള്ളിക്കുള്ള മറിയായി. ഇപ്പോൾ ഇത് പള്ളിക്കുള്ള മറിയാണ്. ഇങ്ങനെ നമ്മൾ 2 ഭാഗം ഇത് വെച്ച് കുത്തി അറച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കണവിരിച്ചാൽ പള്ളിയിൽ മറിയായി. അപ്പോൾ ഇതിൽ കണക്ക്, കണവ്, ദാനം, ദിശ ഇതെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി ചില സ്ഥലങ്ങളിൽ 5 സെൻറ്റ്, 6 സെൻറ്റ്, 7 സെൻറ്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് ചിലപ്പം നമുക്ക് പെരക്ക് പിന്നെ നോക്കാൻ മറി കിട്ടൂല. മറി കിട്ടാതെ ഇരിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയിലാണ് വെക്കുന്നത്. ആ ഡിഗ്രി നമ്മൾ എന്തായിരിക്കണം, പടിഞ്ഞാറ് ഭാഗത്തിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് എത്ര ഡിഗ്രിയിലാണ് കിട്ടുന്നത് ഏറ്റവും നല്ലത് വെച്ചെങ്കിൽ അതിൽ നമ്മൾ വെക്കണം. എന്നിട്ട് കിബില അതിൽ ഏത് രൂപത്തിലാണെങ്കിൽ കിബില നമ്മൾ പറഞ്ഞും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പള്ളിയും ഒരു 5 സെൻറ്റ് ഒരാൾ പള്ളിക്ക് കൊടുത്ത് അത് പള്ളീൻ്റെ മറിയിലല്ല ആ ഭൂമി കിട്ടിയതെങ്കിൽ അവിടെ പിന്നെ പള്ളീൻ്റെ മറി സ്വഫ് തിരിക്കലാണ് സാധാരണ പതിവ്. അങ്ങനെയാണ് അതിൻ്റെ സ്ഥാനനിർണയം. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരു സ്ഥാനനിർണയത്തിന് ചെന്നാൽ നമ്മളൊരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എങ്ങനെയാണോ കിട്ടുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ കണക്കൂട്ടണം. അപ്പോൾ കണക്കൂട്ടേണ്ടത് അതിൻ്റെ പാതകം, അതോടുകൂടെ വിദ്യ, അതോടുകൂടെ റൂമിൻ്റെ ഉള്ളിൽ, അതോടുകൂടെ ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് തെക്ക് വടക്കാണെങ്കിൽ തെക്ക് വടക്കിൽ നിന്ന് എത്ര വിദ്യ അതെല്ലാം കൂടി കണക്കൂട്ടിയിട്ട് അവസാനം നമ്മളത് വെക്കണം. അതിലൂടെ തന്നെ കിഴക്ക് പടിഞ്ഞാറാണെങ്കിലും ഇതുപോലെ നമ്മൾ കണക്കൂട്ടണം. അപ്പോൾ ഒരു പെരൻ്റെ നല്ല ദിശയിൽ അടുപ്പൊക്കെ വെക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞ് കത്തിക്കുന്ന അടുപ്പായിരിക്കണം. എന്നാൽ ദിശാബോധത്തിൽ, അതായത് കാറ്റിൻ്റെ ദിശയിൽ അടുപ്പ് കത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ
അവിടെ വായുവാണ്. ആ വായു ഉണ്ടായാലേ അടുപ്പ് കത്തുള്ളൂ, അല്ലെങ്കിൽ അടുപ്പ് കത്തൂല. അപ്പോൾ തെക്ക് പടിഞ്ഞാറിൽ നിന്നാണ് ഇവിടെ കാറ്റടിക്കുന്നത്. മിക്കവാറും സമയങ്ങളിൽ, അതായത് 67%. ബാക്കിയുള്ളതൊക്കെ ഓരോ ദിശാബോധത്തിൽ പഠിക്കേണ്ടതാണ്. അത് 60% ഏറ്റവും ഒന്നാമത്തെ നമ്പറായിട്ട് അടുപ്പ് കിഴക്ക് ഭാഗത്താണ് വേണ്ടത്. അത് കിഴക്ക് വടക്കായാലും വേണ്ടിയില്ല, കിഴക്ക് തെക്കായാലും വേണ്ടിയില്ല. എന്നിട്ട് ആ പുക മുഴുവൻ ഒഴിഞ്ഞു പോണ സ്ഥലത്തായിരിക്കണം അടുപ്പിൻ്റെ ലാസ്റ്റ്. അപ്പോൾ ആരോ ഒരാൾ എഴുതിയിട്ടുണ്ട്, അടുപ്പിലേക്ക് പിന്നെ കഅബത്തിലേക്ക് പിന്നിട്ട് തീ കത്തിക്കാൻ പാടില്ല എന്ന് പുസ്തകത്തിലുണ്ട്. പക്ഷേ അത് ഒരു കൊള്ളൻ വർത്താനമാണ്. കാരണം കഅബത്തേക്ക് പെണ്ണുങ്ങൾ തിരിഞ്ഞ് കത്തിക്കാൻ പാടില്ലെങ്കിൽ അവിടെ കഅബം തവാഫ് ചെയ്തിട്ട് മുസ്ലിമിൻ്റെയും അജിയാദിൻ്റെയും ഒക്കെ ഭാഗത്തേക്ക് കയറിപ്പോണ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലല്ലോ പോകല്. ഇവിടുന്ന് 4100 കിലോമീറ്റർ കഅബത്തിലേക്കുണ്ട്. അവിടെ ആകെ 100-150 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് പിന്നിട്ട് തിരിയാമെങ്കിൽ ഇവിടുന്ന് പിന്നിട്ട് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് അത്ര ഉചിതമായ ഒരു സംസാരമല്ല. അതായത് ഖുർആൻ പറയുന്നത് ലാ തുൽഖു ഐദിയക്കും ഇലാ തഹ്ലുക, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചെറിയരുത്. ഈ രൂപത്തിലാണ് അടുപ്പ് കത്തുന്നതെങ്കിൽ ആ അടുപ്പിൻ്റെ പുകകളൊന്നും നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല. പുകകളുടെ ശല്യം ഉണ്ടാവില്ല, പുക ഒഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ പറയും പുകയില്ലാത്ത അടുപ്പില്ലേന്ന്. പുകയില്ലാത്ത അടുപ്പുണ്ടെങ്കിലും പുക ഉണ്ടാവും, കുറച്ചൊക്കെ പുക അകത്ത് വരാതെ കിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെയാണ് ചുരുക്ക നിലയിൽ സ്ഥാനനിർണയത്തിൻ്റെ ചെറിയ ഒരു ക്ലാസ്. ഇൻഷാ അല്ലാഹ് പഠിച്ചോ ഹൈറാക്കട്ടെ. കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും തരട്ടെ. അപ്പോൾ കണക്ക്, കണവ്, ദാനം, ദിശ, പിന്നെ പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട്, ഇതൊക്കെ അറിയാവുന്നവർ മനസ്സിലാക്കുന്നവരും അത് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. എഞ്ചിനീയർമാരെ അപേക്ഷിച്ചിടത്തോളം അവർക്ക് കണക്കും അറിയാം, പഞ്ചായത്ത് ബിൽഡിങ്ങും അറിയാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സംസാരിച്ച് പറഞ്ഞു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് പഠിച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ.